ഹലോ. ഇന്നിവിടെ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മഴയായിരുന്നു. എല്ലാവരും പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ആവാനുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു തണുപ്പ് കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഒരു ചൂടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള മഴയാണെന്നാണ് നോർമലി എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും നല്ല തണുത്ത ക്ലൈമറ്റാണ്, അപ്പോൾ ഒന്ന് പുറത്ത് പോവുക, ഈദിൻ്റെ ഔട്ട്ഫിറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ബേബിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ഞങ്ങൾ ഇങ്ങനെ പാർക്കിലൊക്കെ പോയിരിക്കലുണ്ട്. അവൾക്ക് കളിക്കാനും ഓടി നടക്കാനൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ യുദ്ധത്തിൻ്റെ സീനൊക്കെ വന്നതോടുകൂടി ഞങ്ങൾ അവിടെ നിർത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ഇറക്കങ്ങളെ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓൾഡ് എയർപോർട്ടിലുള്ള R&Bയിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി എല്ലാ ഈദിനും ഇവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ ആദ്യം ഇഷമോൾക്കുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവളുണ്ടായതിന് ശേഷം ഫസ്റ്റ് പ്രിഫറൻസ് ഇവൾക്കാണ് വരുന്നത്. ഐ മീൻ നമുക്കുള്ള ഡ്രസ്സിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ഫിറ്റ്സ് കാണുകയാണെങ്കിലൊക്കെ ബേബി ഷോപ്പിലൊക്കെ കയറുകയാണെങ്കിലൊക്കെ ഇവൾക്ക് പറ്റിയതാണ്. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ടാവും, ഇഷമോൾക്ക് ഇട്ട ഭംഗിയുണ്ടാവും, അങ്ങനെയുള്ള തോട്ട്സാട്ടോ വരുന്നത് ഫസ്റ്റ്. പണ്ട് എനിക്ക് ഉമ്മ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തരുമ്പോൾ ചെറുതിൽ, പിന്നെ കുറച്ച് വലുതായതിനു ശേഷം ഞാൻ ആലോചിക്കുമായിരുന്നു എന്തിനായിരുന്നു അങ്ങനെ നശിപ്പിച്ച് കളയുന്ന പ്രായത്തിൽ. ഇപ്പോൾ എന്ത് നല്ലത് വാങ്ങിച്ചെന്നാലും നശിപ്പിച്ച് കളയുന്ന ആ പ്രായത്തിൽ എനിക്ക് എന്തിനായിരിക്കും അത്ര എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും, എന്തിനായിരിക്കും ആ പൈസ കളഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ അപ്പോൾ ചിന്തിക്കുമായിരുന്നു. ബട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് നമ്മളുടെ ഒരു ഹാപ്പിനെസ് മനസ്സിലാവുന്നത്. ഓൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മളുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ആ കുട്ടി ഉണ്ടായതിനു ശേഷം കേട്ടോ. അപ്പോൾ ബേബി നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഷൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ടൈം ഷൂ വാങ്ങിച്ചേക്കുന്ന കേട്ടത്, ഫസ്റ്റ് ടൈം വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഷൂ എടുത്തത്. അവൾ നല്ലോണം സ്റ്റേബിളായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഷൂ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കനം കുറഞ്ഞ ചെരുപ്പ് അല്ലെങ്കിൽ സോക്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അവളിങ്ങനെ ഷൂ ഇട്ട് നടക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നി. പക്ഷേങ്കിൽ അവൾക്കങ്ങനെ ഫസ്റ്റ് ടൈം നടക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഓടിച്ചാടി കുട്ടപ്പനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കുള്ള ഔട്ട്ഫിറ്റ്സ് ഒന്നും എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ല. കാരണം ഞാൻ 2 പീസ് ഉദ്ദേശിച്ച് വന്നത്, പക്ഷേ ഇവിടെ ഫുള്ള് ഗൗൺ മോഡലായിരുന്നു. പിന്നെ ഞാൻ കരുതി കുറച്ച് ജ്വല്ലറീസ് ആവാമെന്ന് വിചാരിച്ചു. ജ്വല്ലറിയൊക്കെ നോക്കി. അതും എൻ്റെ വിരലിൻ്റെ വണ്ണില്ലാത്തതുകൊണ്ട് അതും ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം അവിടെ അതൊക്കെ വലിയ വിരലുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. പിന്നെ ഇഷയ്ക്ക് ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്തു. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, ഒരു ക്രോഷറ്റ് ലുക്ക്. പക്ഷേങ്കിൽ ഇതിന് കൈയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അതിന് പറ്റിയ ഇന്നർ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സിറ്റി സെൻറ്ററിലുള്ള R&Bയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ സെയിം സാധനം ഉണ്ടാവും, പിന്നെ കുറച്ചും കൂടെ കൂടുതലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു സിറ്റി സെൻറ്ററിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. റംസാൻ ആയതുകൊണ്ട് തന്നെ ഈ ഖത്തറിലെ റോഡും സ്ട്രീറ്റൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവർ കുറേ ഡീറ്റെയിൽ ചെയ്ത് അവരത് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കാരണം എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ആയാലും ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. പിന്നെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു കടയിൽ നിന്ന് കിട്ടിയ ചരിത്രം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ 100 കട കയറി ഇറങ്ങും. അത് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റി സെൻറ്ററിലാവുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ R&B അല്ലെങ്കിൽ മാക്സി ഒന്ന് വേറെ എവിടെന്നെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിലെത്തി. ഇഷമോൾ അപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവളാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കയറിയ അപ്പം ഉറങ്ങും. ഇതുവരെയുള്ള കറക്കത്തിൽ ആകെ കിട്ടിയത് ഇഷമോളുടെ ഷൂ മാത്രമാണ്. നമുക്ക് ആ കട കയറണ്ട കേട്ടോ, അവർക്ക് ജാടയാ. ഇത് കാര്യാക്കണ്ട. എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയുള്ള ബോർഡൊക്കെ വായിച്ച് അതിന് ഡബിൾ മീനിങ് കണ്ടെത്തി അതിൽ ചാടിയെടുക്കലാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഹോബി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് മാക്സിലാണ് കയറിയത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. കുറേ തപ്പിത്തെറിഞ്ഞ് പ്രാന്തായപ്പോൾ ഇടയ്ക്ക് കണ്ട കണ്ണാടിയുടെ ഇടയിൽ നിന്നിട്ട് കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ചു. പിന്നെ ഇഷമോൾക്ക് പിന്നെ ഒരു ചെരുപ്പ് കിട്ടി. ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായി ഉണ്ടായിരുന്നു.
അവൾക്ക് കുറച്ച് വലുതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ കുത്തിക്കയറ്റി അതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അവൾക്ക് ഓക്കെ ആയിരുന്നു. അത് ഇതൊക്കെ ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് എങ്ങനെയാണ് നടക്കുന്നത് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പ്ലാൻഡ് ആയിരുന്നില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ, രസമല്ലേ കാണാൻ? കുറച്ച് വലുപ്പമുണ്ട്, ബട്ട് അത് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ റെഡിയായി. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാ? ഹലോ, ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ കൊടുത്ത, ടാറ്റ 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 ടാറ്റ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് മര്യാദക്കൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി അപ്പുറത്തെ ഫ്ലോർ പോയി, മുകളിലത്തെ ഫ്ലോർ, താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞ പാടിക്ക് എല്ലാ കടയും കയറി ഇറങ്ങി. അവസാനം ഇഷമോൾക്ക് ഫസ്റ്റ് ആരംഭിന്ന് കണ്ട ഡ്രസ്സ് തന്നെ എടുത്തു. അത് അതിന് നല്ലൊരു ബ്ലാക്ക് ഇന്നർ കൊടുത്തു, ഞങ്ങൾക്കുള്ള ഔട്ട്ഫിറ്റ്സ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഒന്ന് ഇവിടെ നിന്നാണെങ്കിൽ ഒന്ന് വേറെ ഇവിടെ നിന്ന്, അങ്ങനെ പല പലതായിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. 2 പീസ് ഉദ്ദേശിച്ചു വന്ന ഞാനും ആക്ച്വലി ഗൗണാണ് എടുത്തത്. പിന്നെ അതിനുള്ള ആക്സസറീസും എടുത്തു. നോർമലി ഇതുവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ ഒരുപോലെ മാച്ചിങ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്കത് കിട്ടിയില്ല. ഇവളുടെ ഹെയർ കണ്ടില്ലേ, എനിക്ക് ആക്ച്വലി ഇവളുടെ ഹെയറിലേക്ക് ഇങ്ങനെ ആക്സസറീസ് വെച്ച് കൊടുക്കാനും ഇപ്പോൾ ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പൊട്ടത്തി ഒന്നും തലയിൽ വെക്കില്ല, എല്ലാം ഊരി കളയും. ഞാനിപ്പോൾ ഒരുപാട് അവൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ഇത് ഞാൻ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്തു. കാരണം ഞാൻ വാങ്ങിച്ചു വെക്കുന്നതൊക്കെ വെറുതെ അവൾ തലയിലിടല്ലോ, അവൾക്ക് തലയിലൊന്നും ഇഷ്ടമല്ല. ഈരി വെച്ചാലടക്കം അവൾ തട്ടിത്തെറിപ്പിച്ച് കളയും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ബഡ്ജറ്റ് കാലി ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഫുഡിനും കാര്യങ്ങൾക്കൊന്നും നിൽക്കാൻ നിന്നില്ല. വീട്ടിൽ ഫുഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ സ്പെഷ്യൽ ഫുഡ് അവിടെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി വശം ഇക്കാൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ പീസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.